നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശ്രദ്ധേയമാകാൻ പോകുന്ന പാർലമെൻറ്റ് മണ്ഡലം തൃശ്ശൂർ തന്നെയാണ്. ശക്തമായ മത്സരത്തിനാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അതിൽ CPIയുടെ മണ്ഡലമാണ്. അവിടെ VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതിനോടൊപ്പം തന്നെ BJPയിൽ നിന്ന് നരേന്ദ്രമോദി ആയിരിക്കും മത്സരിക്കുക എന്നറിയുന്നുണ്ട്. സുരേഷ് ഗോപിയെ കണ്ണൂരിലേക്ക് മാറ്റും എന്നുമാണ് അറിയുന്നത്. കോൺഗ്രസിൽ നിന്ന് സിറ്റിംഗ് MPമാർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ TN പ്രതാപനാണ് അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. TN പ്രതാപനോ സുരേഷ് ഗോപിയോ മത്സരിക്കുകയാണെങ്കിൽ ഒത്ത എതിരാളി സുനിൽകുമാർ എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ജനപ്രതിനിധി എന്ന നിലയിലും മുൻ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയം സുനിൽകുമാറിൻ്റെ സവിശേഷതയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു സുനിൽകുമാർ. സ്ത്രീകൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ നല്ല ഇമേജുള്ള നേതാവ് കൂടിയാണ് സുനിൽകുമാർ. അതിനാൽ സുനിൽ തന്നെ മതിയെന്നാണ് CPM നേതൃത്വത്തിൻ്റെ നിലപാട്. തൃശ്ശൂരിലെ മുൻഗാമികളെന്ന് പറയുന്നത് VV രാഘവൻ, കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എന്നിവരെ പോലെ രാഷ്ട്രീയവും ഭരണപരവുമായ കാതലായ വിഷയങ്ങൾ പഠിച്ചു പറയുന്ന ജനപ്രതിനിധിയായി പേരെടുത്ത ആളാണ് സുനിൽകുമാർ. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ചാനൽ ചർച്ചകളിലെ താരവുമായിരുന്നു. CPIയിലെ ഒരു വിഭാഗത്തിൽ അനഭിമതനാണെങ്കിലും CPM ശക്തമായി രംഗത്ത് വന്നാൽ സുനിലിനെ തള്ളാൻ CPI നേതൃത്വം തയ്യാറാവില്ല. പക്ഷേ ഈ CPIയുടെ മണ്ഡലങ്ങളിൽ എത്രത്തോളം പ്രവർത്തിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ CPIക്ക് 4 സീറ്റ് ഒരുപക്ഷെ കേരളത്തിൽ നഷ്ടപ്പെടും. 4 സീറ്റിൽ 3 ഇപ്പോൾ തന്നെ പരിവേഷമുള്ള മണ്ഡലമാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് വയനാട്, അതുപോലെ തന്നെ തൃശ്ശൂരിൽ, മറ്റൊന്നുള്ളത് മാവേലിക്കരയാണ്. ഈ 3 താരപരിവേഷത്തോടു കൂടി നിൽക്കുന്ന മണ്ഡലമാണ്. കാരണം പ്രധാനപ്പെട്ട മത്സരമാണ് അവിടെ നടക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂരാണ്. തൃശ്ശൂരിലെ സുരേഷ് ഗോപി, ഇനിയിപ്പോൾ മോദിയുടെ പേരും കൂടി പറയുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ്. പണ്ടേ ഈ CPMകാർക്കൊരു സ്വഭാവമുണ്ട്. തിരുവനന്തപുരത്ത് ആയാലും എവിടെ CPIയുടെ മണ്ഡലങ്ങളിൽ CPM പ്രവർത്തിക്കില്ല. ഇവരെല്ലാം ആ മണ്ഡലത്തിലുള്ള CPMകാരെല്ലാം തൊട്ടയൽ മണ്ഡലങ്ങളിലേക്ക് പോകും അവിടുത്തെ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. തിരുവനന്തപുരത്ത് ഇത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് CPI പരാജയപ്പെട്ട് കൂപ്പ് കുത്തിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. CPM ആണ് CPIയെ തോൽപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണക്കാരെന്ന് പറയുന്നത്. എന്തായാലും സുനിൽകുമാർ മത്സരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം മുതിർന്ന നേതാവ് KP രാജേന്ദ്രൻ, കഴിഞ്ഞ തവണ മത്സരിച്ച രാജാജി മാത്യു തോമസ് എന്നിവരുടെ പേരുകളും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ സുനിലിനെ പോലെ ഇവർക്ക് ജനകീയമായിട്ടുള്ള ഒരു അടിത്തറയില്ല. പ്രസ്റ്റീജ് മണ്ഡലമായതിനാൽ പുറത്തു നിന്നുള്ള ആളെ ഇറക്കി മത്സരിപ്പിക്കുന്നതിൽ പാർട്ടിക്കും വലിയ താല്പര്യമില്ല. സാക്ഷാൽ നരേന്ദ്രമോദി മത്സരിച്ചാലും സുനിൽകുമാർ നിന്നാൽ ജയ ഉറപ്പെന്നാണ് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിലപാട്. സുനിൽകുമാർ സ്ഥാനാർത്ഥിയായാൽ നഗരത്തിലേതടക്കം വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും പ്രചാരണത്തിനിറങ്ങും. ഇതിനിടെ സുനിലിന് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങിയത് പാർട്ടിയുമായി സൗഹൃദമുള്ളവരാണെന്നാണ് തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രചാരണം ദോഷകരമായിട്ടില്ലാത്തതിനാലും പാർട്ടി അംഗങ്ങളല്ലാത്തതിനാലും നടപടിയെടുക്കാൻ ആവില്ല. എന്തായാലും തൃശ്ശൂരിലെ മത്സരം കനക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.